24 വയസ്സുള്ള യുവാവ് 5 പേരെയാണ് നിഷ്കരണം കൊന്നു തള്ളിയത്. ഇതിനു മുന്നും സമാനങ്ങളായ ഇങ്ങനത്തെ സംഭവങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് നമ്മുടെ കുഞ്ഞു കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ ഒരാളുടെ തലച്ചോറിനകത്ത് സ്വാധീനം ചെലുപ്പിക്കാൻ 100 മടങ്ങ് സിനിമയ്ക്ക് കഴിവുണ്ട്. അത് ദൃശ്യങ്ങളുടെ വിസ്മയമാണ്. കൃത്രിമമായിട്ട് ആളുകളെ സൃഷ്ടിച്ച്, സാഹചര്യങ്ങളെ സൃഷ്ടിച്ച്, ശബ്ദങ്ങളെ സൃഷ്ടിച്ച് അതിൻ്റെ ആകെത്തുകയ്ക്ക് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് വളരെ വേഗം കയറാനായിട്ട് കഴിയും. മനുഷ്യ മനസ്സിനെ അവൻ പോലും അറിയാതെ സ്വാധീനിക്കാനായിട്ട് കഴിയും. അതാണ് സിനിമയെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ അടുത്തിറക്കി കണ്ടൊരു പടം പ്രേമലു എന്നൊരു പടമുണ്ട്. പ്രേമലു നമ്മൾ തിയേറ്ററിലിരുന്ന് എല്ലാം കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവമുണ്ട്. 2.5 മണിക്കൂർ നമ്മുടെ സിനിമയ്ക്കകത്ത് നമ്മുടെ മനസ്സിട്ടതിന് ശേഷം നമ്മൾ ആ തിയേറ്റർ വിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ഭാവമുണ്ട്. മനസ്സിൻ്റെ ഒരു ഭാവം, ഒരു സന്തോഷത്തിൻ്റെ ഭാവമായിരിക്കും അത്, അല്ലെങ്കിൽ അതൊരു പ്രണയത്തിൻ്റെ ഭാവമാണ്. ഇതേ ആൾ തന്നെ ഒരു വയലൻസ് മൂവി തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഫീലിംഗ് മറ്റൊന്നായിരിക്കും. ഒരിക്കലും പ്രേമലു കണ്ട ഭാവമാവാൻ സാധ്യതയില്ല. അതാണ് സ്വാധീനം എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും. ചില ആളുകൾ ചിന്തിക്കും, ഇതൊരു സിനിമ മാത്രമല്ലേ, അതെങ്ങനെ നമ്മളെ സ്വാധീനിക്കാൻ, അത് പോയി. ചില ആളുകൾക്ക് അങ്ങനെ ഇതിനെ കാണാനുള്ള ഒരു കരുത്തുണ്ട്. അവർക്കൊരു മെൻ്റൽ കപ്പാസിറ്റിയാണ്. സിനിമ നല്ലത് വേറെ, ചീത്ത വേറെ. എന്നാൽ ചിലരിത് സിനിമയല്ല, ഇതെങ്ങനെ സ്വാധീനിക്കുക, അല്ല സിനിമയല്ല, ഇതെന്താണിത്, കണ്ടുപോയി എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ആ ഒരു കോർ, ആ സിനിമയിലെ ഘടകം, ആ സിനിമയുടെ എലമെൻ്റ് ഇങ്ങനെ കിടക്കും. പ്രത്യേക ഒരു സാഹചര്യം വരുന്നു, അല്ലെ അവരുടെ ജീവിതത്തിലും അതേപോലൊരു ഇൻസിഡൻസ് ഉണ്ടാകും. അവരുടെ ജീവിതത്തിലും അതേപോലൊരു വിഷമഘട്ടം ഉണ്ടാകുന്നു. ചിലപ്പോൾ അവരുടെ വിഷമം അത് മറ്റൊരാൾക്ക് ചെറിയ വിഷമമായിരിക്കും, പക്ഷേ അവരുടെ മനസ്സിലത് വലിയ വിഷമം തന്നെ ആയിരിക്കാം. അപ്പോൾ അവർക്ക് അങ്ങനെ ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു. അവർ പോലും അറിയാതെ ആ സിനിമയിൽ കണ്ട അതേ വിഷ്വൽസിൻ്റെ മറ്റൊരു വിഷ്വൽസിനെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തിലും അത് അഡോപ്റ്റ് ചെയ്യുന്നു. എങ്ങനെ ഇരിക്കുന്നു? അതാണ് സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഒരു കൊല നടത്തുന്നു അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കുന്നു, അത് ചെയ്തു കഴിയുമ്പം അവരതുവരെയുള്ള ആളായിരിക്കണമെന്നില്ല. അവരതിന് ശേഷം അവരതിലൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നു. ആ നഷ്ടബോധത്തിൽ നിന്ന്, അങ്ങനെ സംഭവിച്ചതിൽ നിന്ന് അവർക്ക് ഫ്രീഡം സംഭവിക്കുന്നു, അതിനകത്ത് നിന്ന് ആനന്ദം സംഭവിക്കുന്നു. അവർ വീണ്ടും അത് തുടരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് പിടിക്കുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ ആ സിനിമയുടെ സ്വാധീനമെന്ന് ഒരു പരിധി വരെ നമുക്ക് പറയേണ്ടി വരും. പൂർണ്ണമായിട്ടല്ല, ഒരു പരിധി വരെ സിനിമയുടെ സ്വാധീനമെന്ന് നമുക്ക് പറയേണ്ടി വരും. വിദേശ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾക്ക് ഈ കരിയറിന് വേണ്ടിയുള്ള പഠനങ്ങൾ മാത്രമല്ല അവർ കൊടുക്കുന്നത്. അവരുടെ മനസ്സിനെ ഇപ്പോൾ അവർ മയക്കുമരുന്നിലേക്കും അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്കും അവർ പോകാതിരിക്കാൻ വേണ്ടി, പോയാൽ തന്നെ അതിൻ്റെ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും തിരിച്ചറിയാൻ വേണ്ടി പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അവരുടെ കുട്ടികൾക്ക് അവരുടെ സ്കൂൾ സിസ്റ്റങ്ങളിൽ പഠനമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഉപനിഷത്തുകളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ പോലെ അതൊക്കെ സ്പിരിച്വലായിട്ട് നല്ല നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നില്ല, നമ്മുടെ മൈൻഡിനെ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വാസ്തവത്തിൽ. അതൊരു മതഗ്രന്ഥങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും അങ്ങനെയുള്ള ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്ന നാടാണ്. പക്ഷേ അതൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളാരും കൊണ്ടുവരുന്നു ഒക്കെ വിട്ട് എല്ലാവരും അതിനെ മതത്തിൻ്റെ പാറ്റേണിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതിനെ മതമൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് അതൊരു സയൻസാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഇന്ത്യയിൽ കിടക്കുന്ന ഈ സാധനങ്ങൾ. ഇതൊക്കെ അവരെടുക്കുന്നുണ്ട്. നമ്മൾ മതവും ജാതികളും എല്ലാം പറഞ്ഞത് എടുക്കാൻ തയ്യാറാണ്. അതിൻ്റെ എലമെൻറ്റ്സ് കുടുംബങ്ങളിലേക്ക്, കുട്ടികളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ പ്രാരംഭത്തിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ലഹരി ചുറ്റുപാടുമുണ്ട്. ലഹരി എടുക്കണോ വേണ്ടായോ എന്ന് അവർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനത്തെ കൊടുക്കാൻ, അവരുടെ മനസ്സിനെ പ്രാപ്തമാക്കാൻ കുട്ടിക്കാലം മുതലേ സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ച് കൂടി കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഇനി അങ്ങോട്ട് നടപ്പാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ ഒരു കൊച്ചു അംഗനവാടികൾ എടുത്തു കഴിഞ്ഞാൽ 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 7 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ അവൻ്റെ അബോധമായ കാഴ്ച, അബോധമായ സ്വാധീനങ്ങൾ ചെലുത്തുന്ന, അവൻ്റെ ബേസിക് സ്വഭാവമായിട്ട് സ്വാധീനം ചെലുത്തുന്ന പ്രായം എന്ന് പറയുന്നത് 1 to 7 ഏജാണ്. ഏജിനകത്തൊരു കുഞ്ഞുണ്ടായി, ഒരു സാധാരണപ്പെട്ട ഒരു വീട്ടിലുണ്ടായി,
അവൻ കാണുന്ന അവൻ്റെ അച്ഛനിൽ നിന്ന് കാണുന്ന അവൻ്റെ അമ്മയിൽ നിന്ന് കാണുന്ന കൂട്ടുകാരിൽ നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ സ്വഭാവമായിട്ട് നേച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നീട് എടുക്കപ്പെടുന്നത്. ഇപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ 2-3 വയസ്സാകുമ്പോൾ അവനെ കൊണ്ട് അംഗനവാടിയിലേക്ക് നമ്മൾ വിടുന്നു. അംഗനവാടി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എന്ത് തരം സൈക്കോളജിക്കൽ നോളജാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുന്നത്? എന്ത് തരം സൈക്കോളജിക്കൽ പഠനമാണ്? കുട്ടികളെ ചുമ്മാതെ ആഹാരം കൊടുക്കുന്നു, ഇന്നത് പഠിപ്പിക്കുന്നു, ABCD വിഴുങ്ങാൻ കൊടുക്കുന്നു, അങ്ങനെയല്ല. എന്ത് തരം സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഓരോ ടീച്ചർമാർക്ക് നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്നത്? ഒരു കുട്ടിയോട് സൈക്കോളജിക്കലായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്നൊക്കെയുള്ള എന്ത് പഠനങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവർക്ക് കൊടുക്കുന്നത്? അങ്ങനെ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. കുട്ടികളാണ് വലുതായി വരുന്നത്. കുട്ടികളാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത്. രാജ്യത്ത് എല്ലാ നേട്ടങ്ങളുണ്ടായിട്ടും അവിടുത്തെ വരുന്ന തലമുറയ്ക്ക് തലച്ചോറില്ല. അവർ സ്ഥിരതയില്ലാത്തവരാണെങ്കിൽ ആ വികസനം കൊണ്ട് എന്ത് പ്രയോജനം? ആ വികസനം ആർക്ക് വേണ്ടി? അപ്പോൾ കുട്ടികളുടെ കരുതലിന് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടിക്കാല വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ അടിവേരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക, ഏറ്റവും നല്ല കാഴ്ചകൾ കൊടുക്കുക, സൈക്കോളജിക്കലായിട്ടുള്ള സമീപനങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ, നമ്മുടെ ഗവൺമെൻറ് വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് ഊഷര ഭൂമിയായിട്ട് മാറിപ്പോകത്തേ ഉള്ളൂ എന്ന് അറിയാതെ ചിന്തിച്ചു പോകുന്നു. അപ്പോൾ ബൈ.